Hello my friends, ഇന്ന് നമുക്ക് നല്ല ഒരു ലഡു ഉണ്ടാക്കാം. ലഡു ഇഷ്ടപ്പെടാത്തവര് വളരെ ചുരുക്കമല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടിയത് ഈ ബേസൻ ആണ്. അതെല്ലാവർക്കും അറിയാം. ബേസൻ എന്ന് പറഞ്ഞാൽ കടലമാവാണ്. കടലമാവിന്റെ ഹിന്ദിയിൽ പറയുന്നത് ബേസൻ എന്ന് എല്ലാവർക്കും അറിയാം. ആ കടലമാവ് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുക. നമ്മൾ അളവ് കറക്റ്റായിട്ട് എടുക്കണം. ഇതിപ്പോൾ ഒരു തുളുമ്പി എടുക്കരുത്. ഇങ്ങനെയാണ് ഒരു കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ആകാവുള്ളൂ. വടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് കടലമാവ് പൊടിയിട്ടു, അതായത് ബേസൻ പൊടി നമ്മൾ ഇട്ടു. അതിലേക്ക് 1 നുള്ള് സോൾട്ട് ഇട്ടു. നമ്മൾ 1/2 ടീസ്പൂണിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടു. ഇതിന് വേണ്ടിയത് 1 കപ്പ് വെള്ളം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ കുഴച്ചെടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇത് ചില പൊടികൾ കട്ടകൾ കാണും. അപ്പോഴത്തേക്കും നമുക്ക് ഇത് 1 കപ്പ് വെള്ളം പോരാതെ വരും. ഇതൊരു 1-2 ടേബിൾ സ്പൂൺ കൂടി ചിലവ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ അത് കാരണം ആദ്യമേ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ച് നോക്കുക. ഇതിൻ്റെ കട്ടകളെല്ലാം ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ഈ വെള്ളം വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇതിൻ്റെ കട്ടകളെല്ലാം നമുക്ക് അലിയിപ്പിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ നിങ്ങളിത് ആദ്യമേ ഇടുമ്പോഴത്തേക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കണം. അരിപ്പ കൊണ്ട് പൊടി അരിച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയും കട്ടകൾ വരത്തില്ല. എനിവേ നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് വരാം ഞാൻ. അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വേണ്ടിയത് ഇതേപോലെയുള്ള അരിപ്പ തവി വേണം. നമ്മൾക്ക് ഇങ്ങനെ കയ്യിൽ അരിപ്പ പാത്രം ഉണ്ടെങ്കിൽ അതിൽ കൂടി ഇത് ഉണ്ടാക്കാം. അതുപോലെ ഒരു നല്ല പരന്ന പാൻ വേണം നമ്മൾക്ക്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ഓയിൽ വേണം. അപ്പോൾ ഞാൻ ഈ പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. 2 കപ്പ് ഓയിൽ നമുക്ക് ഒഴിക്കാം. വെജിറ്റബിൾ ഓയിലാണ്, കോക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഇനി 2 കപ്പ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഇതിന് നല്ലതായിട്ടൊന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വരണം. അതുപോലെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന തവികളെ ഇങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കും. നമ്മൾക്കിത് ശരിക്കും ചൂടായാൽ നോക്കാം. ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എല്ലാം കോരി ഒഴിക്കാം. ഞാനിങ്ങനെ ഇതേപോലെ മാവ് കോരിയെടുത്ത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇത് വരും. നമ്മുടെ ബൂന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ എണ്ണയുടെ ബബിള് കണ്ടോ, വളരെ ചെറുതായിട്ട് ഉള്ള ബബിൾസാണുള്ളത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇതിപ്പം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അധികം ബേണൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഇട്ട ഉടനെ തന്നെ ഇത് കരിഞ്ഞു പോകും. ഇതുപോലെ നമ്മൾ ഒഴിക്കണം ഇതിലേക്ക്. നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല, അത്ര ചൂടില്ല ഇതിന്. ഇച്ചിരി പൊക്കി വെച്ചുകൊണ്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. ഇതാ നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ എടുത്തിട്ട് ഇച്ചിരി ചൂടാറി കഴിയുമ്പോഴത്തേക്ക് 1/4 ഭാഗം എടുത്തിട്ട് നമുക്കൊരു ഗ്രൈൻഡറിൽ കൊണ്ടുവന്ന്
മുക്കാൽ ഭാഗം നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. ബാക്കി കാൽ ഭാഗം നമ്മൾ ഈ ബൂന്തി ആയിട്ട് തന്നെ നമ്മൾ വെച്ചേക്കണം. ഷുഗർ നമുക്ക് പാനിയാക്കാനായിട്ടും വെക്കാം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇതേപോലെ പൊടിച്ചുകൊണ്ട് വന്ന് കുറച്ചൊക്കെ പൊടിയാതെയും കിടപ്പുണ്ട്. കാരണം ഒന്നും കൂടി നിങ്ങൾക്ക് ഇച്ചിരി പൊടിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതേപോലെ നിങ്ങൾ പൊടിച്ചുകൊണ്ട് വരണം. അതേപോലെ ബാക്കി ഒരു കാൽ ഭാഗം നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, പൊടിക്കാതെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിയാക്കാം. ഇനി അടുത്ത പടി എന്തെന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്ത് ചൂടാകാനായിട്ട് വെച്ചു. അതിലേക്ക് 1.5 കപ്പ് ഷുഗർ ഇടണം. എന്നിട്ട് നമുക്ക് തീ ഇങ്ങനെ ഓണാക്കി വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഇത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിങ്ങനെ ചൂടാകുക. ആ നേരത്ത് നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ നേരത്ത് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾക്ക് ഈ തൊലി കളഞ്ഞിട്ടുള്ള കാർഡമം, ഏലക്കായും ഒരു 6-7 ഗ്രാമ്പും കൂടി ഇതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമുക്ക് ഇളക്കാനായിട്ട് ഇത് മറന്നു പോകരുത്. ഈ തീ നമ്മൾ ഒരു ലോയൊക്കായി ഇച്ചിരി കൂടി കൂട്ടി, മീഡിയവും ലോയുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ തീ വയ്ക്കാവുള്ളൂ. അപ്പം നമ്മുടെ ഇതിങ്ങനെ പയ്യെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇനി ഇതൊരു പാനിയാകണം. ഒത്തിരിയും പാനിയാകണ്ട, ഒന്ന് ചെറുതായിട്ട് ഒരു പാനിയാകണം. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ ബബിൾസൊക്കെ ഇനി വലുതായി വലിയ ബബിൾ വരും. അന്നേരത്തേക്ക് നമുക്ക് ഉടനെ തന്നെ നിർത്തുക. ഇതിപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിലും സൂക്ഷിച്ച് ചെയ്യണം. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒട്ടണം. ഇപ്പോൾ ഇത് ഒട്ടാറായിട്ടില്ല, ഇച്ചിരി നേരം കൂടി വേണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു നമ്മളിത് വെച്ചിട്ട്. കൈ പൊള്ളും, സൂക്ഷിച്ച് ചെയ്യണം. ഇത് ശകലം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്നൊരു നൂല് പോലെ കാണാം. അന്നേരം നമ്മൾക്കിത് നിർത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ബൂന്തി ഇടാം. എന്നിട്ട് ഇളക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇത് വെള്ളമായിട്ട് ഇനി ഇച്ചിരി കൂടുതൽ വെള്ളമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇച്ചിരി കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ തീ നമ്മൾക്കിപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കി വയ്ക്കാം. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും ഇല്ലേ, ക്ലോവ്സ് ആൻഡ് കാർഡമം, അത് നല്ലതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിടാം. ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് ബട്ടറും കൂടി ഇടാം.
ഇത് ഞാൻ പലരുടെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായി വരുന്നില്ല. അപ്പം പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടാണ്. ചിലരുടെ അത് ഉണ്ടാക്കി നോക്കുമ്പോൾ അവസാനം വരുമ്പോൾ അത് ഉരുളത്തില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. ഇതിപ്പം വെള്ളമെല്ലാം വറ്റി നമുക്കിത് ഇനി ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഫ്യൂ ഡ്രോപ്സ് റോസ് വാട്ടർ, ഒരു ഫ്യൂ ഡ്രോപ്സ് നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നമുക്കൊരു ചെറിയ ചൂടോടെ കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മളുടെ ഇതൊക്കെ നല്ല ചൂടൊക്കെ ഒരു ഇളം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ ലഡു റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ലതായിട്ട് എക്സാക്റ്റ് നിങ്ങൾ ആ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഇട്ടാൽ മതി. നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ അത് ചിലപ്പം പണിയായി പോകും. നമ്മുടെ ടൈം എല്ലാം വേസ്റ്റായി പോകും. കറക്റ്റ് സമയം നിങ്ങൾ എടുത്താൽ മതി. കറക്റ്റ് ടെമ്പറേച്ചറും വെക്കണം. ബൂന്തി അല്ലെങ്കിൽ നമ്മൾ ബബിൾ ഉണ്ടാക്കത്തില്ല, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു. ഞാൻ ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വരാം. അടിപൊളി ലഡു റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ആദ്യം മാത്രമേ നമുക്ക് ഇച്ചിരി ഒരു കൺഫ്യൂഷനൊക്കെ വരത്തുള്ളൂ. പിന്നെ നമ്മളത് വളരെ എക്സ്പെർട്ടായി പോകും. ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും തെറ്റുപറ്റത്തില്ലെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ശരി എന്നാൽ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Bye bye now.